ഇന്നലെ ഇടുക്കി അടിമാലിയിൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഒരു ചെറുപ്പക്കാരൻ അടിച്ച് ബൂസായി അവിടെ കുറച്ച് അസഭ്യമൊക്കെ പറഞ്ഞ് സ്ത്രീകളെയും ഒക്കെ അസഭ്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലീസുകാരുടെ അടുത്തേക്ക് പോയി തല അങ്ങോട്ടിട്ട് പോലീസുകാരനെ അസഭ്യം പറഞ്ഞു. പോലീസുകാരൻ കയ്യിലിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് മുഖത്തടിച്ചു. അടിക്കാൻ പാടില്ലായിരുന്നു, അത് മനുഷ്യത്വ വിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാനേ പാടില്ല ഒരു പോലീസുകാരൻ. പക്ഷേ പോലീസുകാർ പറഞ്ഞത് ഈ പറയുന്ന കക്ഷിയെ കസ്റ്റഡിയിലെടുക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതെന്നാണ്. പക്ഷെ അപ്പോഴും നമ്മൾ പോലീസിനോടൊപ്പം നിന്നിട്ടില്ല കേട്ടോ. കാരണം പോലീസ് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഒരു മനുഷ്യാവകാശ ലംഘനമുണ്ട് അതിനകത്ത്. പക്ഷേ അയാൾ ചെയ്തത് ഒട്ടും ശരിയല്ല. കള്ളു കുടിച്ചാൽ ഒന്ന് വീട്ടിൽ കിടക്കണം, അല്ലെങ്കിൽ വയറ്റിൽ കിടക്കണം. പക്ഷെ നാട്ടുകാരെ മണ്ടത്ത് കയറാൻ പാടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇടുക്കി അടിമാലിയിൽ പോലീസ് പെപ്പർ സ്പ്രേ അടിച്ച യുവാവിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോൾ നിവൃത്തിയില്ലാതെ ചെയ്തതെന്നാണ് പോലീസ് പറഞ്ഞത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്നുകൂടി ഒന്ന് കാണാം. ഇന്നലെ സംഭവിച്ചത് കക്ഷി വിചാരിച്ചത് അയ്യപ്പ ബൈജുവായി മാറും എന്നാണ്. അങ്ങനെ ആ കക്ഷി ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് വാർത്തയിൽ കേട്ടോ. വീണ്ടും അസഭ്യവർഷവുമായി രംഗത്ത്. അടിമാലി ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അസഭ്യം പറഞ്ഞ് തന്നെ വൈറലാക്കാൻ ആരും അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു അസഭ്യവർഷം. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇന്നലത്തെ തന്നെ വൈറലാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് മറ്റോ ആണ് അയാൾ പറയുന്നത് എന്താണെന്ന് അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. അയാൾ ഇന്നലെ വീണ്ടും അതേ പ്രകടനം ആവർത്തിച്ചു. വയറിലാക്കാൻ ഞാൻ ആരെയും വന്നിട്ടില്ല. വയസ്സാവും ക്യാമറ മൊത്തം തന്നിട്ട് 500 ക്യാമറ വെച്ച അതിനിടയ്ക്ക് മുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ തെക്കോട്ട് പോകുന്ന ചേരൻസ് ബസ് കയറി സ്ഥലം വിടേണ്ടതാണ്. അത് ആ പയ്യൻ്റെ അടുത്ത് കൂടി പറഞ്ഞാണെന്ന് തോന്നുന്നു. പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ സുരേഷ്, പോലീസ് പെപ്പർ സ്പ്രേ അടിച്ച് കുറച്ചു നേരമൊക്കെ ശാന്തനായി ഇരുന്നതിന് ശേഷം വീണ്ടും കക്ഷി ഫുൾ ഫോമിലായല്ലോ. എന്താ സംഭവം? വീണ്ടും മദ്യപിച്ചിട്ട് വന്ന് അസഭ്യവർഷമൊക്കെയാണോ നടത്തിയത്? അരുൺ, ആദ്യം ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ വ്യാഴാഴ്ചയുള്ള സംഭവമായിരുന്നു. പക്ഷേ ആ പെപ്പർ സ്പ്രേക്ക് അല്പം വീര്യം കുറവാണെന്ന് തോന്നുന്നു. കാരണം ഈ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും പച്ചവെള്ളം കണ്ടാൽ ഒന്ന് അറയ്ക്കും എന്നതാണ് സാധാരണ പഴഞ്ചൊല്ല്. പക്ഷെ ആ പെപ്പർ സ്പ്രേക്ക് വീര്യം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഇന്നലെ അത് ആവർത്തിക്കില്ലായിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് മദ്യപിച്ച ശേഷം ആ യുവാവ് വീണ്ടും അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളും അടക്കം അസഭ്യം പറയുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെയും ഈ അടിമാലി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സ്ത്രീകളൊക്കെ ആ അസഭ്യ വർഷത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കൊടയൊക്കെ വെച്ച് മറച്ചു നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏറെ നേരം ഇതിന് കഴിഞ്ഞ ദിവസത്തിന് സമാനമായ ഒരു അവസ്ഥ അടിമാലി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് അയച്ച ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ പെപ്പർ സ്പ്രേ അടിക്കാൻ അവിടെ പോലീസും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതേസമയം പോലീസ് പറയുന്നത് ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കില്ല. കാരണം ഈ നിലവിൽ ഒരു സർക്കുലർ നിലവിലുണ്ട്. മദ്യപിച്ച ആളുകളെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ് നിലവിലുള്ള സർക്കുലർ. ഏതെങ്കിലും സ്ത്രീകൾ, അതായത് അസഭ്യവർഷം നേരിട്ട ഏതെങ്കിലും സ്ത്രീകൾ പരാതി നൽകുകയാണെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കാം എന്നാണ് പോലീസ് നിലവിൽ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിമാലിയിൽ വീണ്ടും ആവർത്തിക്കപ്പെടും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നത്. താങ്ക് യു രാഹുൽ. ഒരു പ്രേക്ഷകൻ പറയുന്നു, ഷാൻസു അണ്ണൻ ആദ്യമായിട്ടാണ് ഷെയർ ഇടാതെ ഒരു സാധനം വാങ്ങിച്ചത്, അതിൻ്റെ സന്തോഷത്തിലായിരിക്കും പ്രകടനം എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. അനിയൻ്റെ പ്രായമേ ഉള്ളൂ ആ ചെറുപ്പക്കാരന് നല്ല ആരോഗ്യവുമുണ്ട്. ജോലിയൊക്കെ ചെയ്ത് കുടുംബം പുലർത്തുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ജീവിതം സന്തോഷമാക്കിക്കൂടെ? ഇങ്ങനെ കുടിച്ചിട്ട് ഈ മഴയത്ത് വന്ന് ഈ ചെറുപ്പക്കാരികളെ അസഭ്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല അതൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇതൊക്കെ ഈ അസഭ്യം പറയുമ്പോഴേ കള്ളു കുടിച്ച ഉടനെ തെറി പറയണം എന്ന് ചില ആളുകൾക്കൊക്കെ തോന്നും.
പക്ഷേ നിങ്ങൾ തെറി പറയുന്ന സമയത്ത് നിങ്ങൾ അമ്മയെ മുമ്പിലൊന്ന് കൊണ്ട് നിർത്തി നോക്കി, പിന്നെ തെറിയൊന്നും വരില്ല ഇല്ലേ? അപ്പോൾ തെറിയുടെ പ്രശ്നമല്ല, അതൊരു ലൈസൻസ് ആയിട്ട് അങ്ങ് എടുക്കുന്നതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതങ്ങനെയാണ് സ്വാഭാവികമായും. ചില ആളുകൾക്ക് ചില പ്രത്യേകതരം മൂഡ് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. എന്തായാലും അനിയൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, പോലീസൊന്നും നടപടി എടുത്തില്ലെങ്കിൽ പോലും ചെറുപ്പക്കാരനൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. ജീവിതമൊക്കെ ഇനി എത്രയോ ബാക്കി കിടക്കുന്നു എന്ന് പറയുക അല്ലേ. തെറി വിളിച്ചതുകൊണ്ടും അസഭ്യം പറഞ്ഞതുകൊണ്ടുമാണ് നമ്മളത് വാർത്തയാക്കിയതും പോലീസുകാരെ പെപ്പർ സ്പ്രേ അടിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി. നമ്മളാണ് നമ്മുടെ ജീവിതം സുന്ദരമാകണോ അതല്ല പെപ്പർ സ്പ്രേക്ക് വേണ്ടിയിട്ട് തലവാങ്ങിച്ചു കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്.